നമസ്കാരം, വിവികയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അനിമോൾ ജയപ്രകാശ് ദമ്പതികളുടെ വീടിന് മുന്നിലാണ്. ഇന്ന് ഈ വീട്ടിലൊരു ജീവൻ പൊഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ കുറച്ചു നാളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് അനിമോളിൻ്റെയും ജയപ്രകാശിൻ്റെയും കുടുംബ പ്രശ്നങ്ങൾ. ജയപ്രകാശിൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ജയപ്രകാശിന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ചാനൽ വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിൽ ചില ആളുകൾ പറയുകയുണ്ടായി, നമ്മൾ ജയപ്രകാശിനെ വിളിപ്പിക്കാൻ വേണ്ടി പോയതാണ്, അതുപോലെ ജയപ്രകാശ് പറയുന്നതെല്ലാം കള്ളമാണ്, അഭിനയമാണ് എന്നൊക്കെ നിരവധി ആളുകൾ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറഞ്ഞിരുന്നു. അതിൽ ജയപ്രകാശ് വളരെ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില വ്യാജ പ്രചരണങ്ങളിൽ മനംനൊന്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛന് ശേഷം വിഷം കഴിച്ച് ശ്രമിച്ചെന്ന് ജയപ്രകാശ് എന്ന് നമ്മളോട് പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എന്റെ അച്ഛൻ ഈ ഒരു കേസുമായിട്ട് വീഡിയോ ഒക്കെ കാണാൻ ഇടയായി. അങ്ങനെ അച്ഛൻ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിരുന്നു. ഇത് സത്യമല്ല, ഇത് വെറും ന്യായീകരണം മാത്രമാണ് അവരുടെ, അത് സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്തയല്ല. അതുകൊണ്ട് ഈ ചാനലുകാരനും ഇത് റോങ് ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിച്ച് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ന്യൂസാണ് കൊടുത്തിരുന്നത്. അത് മനംതൊന്ത് എൻ്റെ അച്ഛൻ വിഷം അന്ന് കുരുടാൻ കടിച്ച ഈ കീടനാശിനി, പച്ചക്കറികൾ കടിക്കുന്ന കീടനാശിനി എടുത്തടിച്ച് എൻ്റെ അച്ഛൻ അബോധാവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛനെ കാണാഞ്ഞിട്ട് ഞാൻ തിരക്കി, എവിടെ പോയി അച്ഛൻ. അപ്പൊ അങ്ങനെ കുറെ പ്രാവശ്യം തിരക്കിയപ്പം എൻ്റെ പെങ്ങളുടെ അടുത്ത് വിളിച്ചു ചോദിച്ചു, മോളെ അച്ഛനെ കണ്ടോന്നു. അന്നേരം കണ്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടന്റെ ഭാര്യ എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടത്തി അച്ഛനെ കാണുന്നില്ല. അപ്പൊ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനെ പോയി നോക്കി, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഓടിപ്പോയി അച്ഛനെ പോയി നോക്കിയപ്പോൾ അച്ഛൻ അബോധാവസ്ഥ കിടക്കുമായിരുന്നു. വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെ, അച്ഛന്റെ വീട്ടിൽ തന്നെ അബോധാവസ്ഥ കിടക്കുമായിരുന്നു. അച്ഛനല്ല, ഇവിടെ ആയിരുന്നു താമസിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അച്ഛൻ അവിടെ കിടന്ന് മരിക്കട്ടെന്ന് പറഞ്ഞ് അച്ഛൻ താമസിക്കുന്നത് പോയി വിഷമടിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിലാണ് അച്ഛൻ അവിടെ പോയി വിഷമടിച്ചത്. ഇവരൊക്കെ വാർത്ത കൊടുത്തത് അവരുടെ സൈഡ് മാത്രം കേട്ടിട്ട് പോയി അങ്ങ് വാർത്ത കൊടുത്തത്. എന്നാൽ ഓപ്പോസിറ്റ് ഉള്ള ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ എന്താണ്, അവിടെ നടന്ന പ്രശ്നം എന്താണെന്ന് ഒരാൾ പോലും ഒന്ന് ചോദിക്കാനില്ല. ജയപ്രകാശ് നമ്മളോട് പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ കാണുന്നതാണ് ജയപ്രകാശിന്റെ അച്ഛൻ എഴുതിയ അറിയിപ്പ്. എന്തായാലും ഇവിടെ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ മനംനൊന്തൊരച്ഛൻ ഇല്ലാതായിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ആ വീഡിയോയിൽ ജയപ്രകാശും ജീവിതം അടുത്ത് നിൽക്കുകയാണെന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാനത് ജയപ്രകാശിൻ്റെ ഭാഗം ന്യായീകരിച്ച് മാത്രം പറയുന്നതല്ല. ഇവർക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഇന്ന് 1 വർഷത്തോളമാകുന്നു. ഈ ആക്സിഡൻറ്റിന് ശേഷം ആദ്യ സമയങ്ങളിലൊക്കെ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനുശേഷം ഈ അടുത്ത ഇടവരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് അനുമോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ വരെ അനുമോൾക്കും അവരുടെയൊക്കെ ബന്ധുക്കൾക്കും ഒക്കെ ആഹാരം കൊടുക്കാതിരുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറയാൻ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾക്ക് ഇപ്പോഴും ഭക്ഷണം വായിലൂടെ കഴിക്കാൻ സാധിക്കില്ല. റൈസ് ട്യൂബിലൂടെ മാത്രമാണ് കഴിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തായാലും ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ജയപ്രകാശ് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സത്യം എന്ന് ഞാൻ പറയുന്നില്ല. ഇരു വീട്ടുകാരുടെയും ഭാഗം കേട്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ് ഈ കാര്യങ്ങൾ. ശരിക്കും ഇവർക്കിടയിൽ തന്നെ പരസ്പരം സംസാരിച്ചു തീർക്കാമായിരുന്ന പ്രശ്നങ്ങൾ പല വഴികളിലൂടെയും സംസാരിച്ച് വഷളാക്കി ഇന്നിപ്പോൾ ഒരു അച്ഛൻ്റെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. എന്തായാലും ഈ മരണപ്പെട്ട മനുഷ്യൻ ഈ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയാണ്. തൻ്റെ മകനെതിരെ വന്ന ആരോപണങ്ങളിൽ മനം നൊന്ത് തന്നെ ആകണം ഈ അച്ഛൻ ഒരു കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം ജീവിതം അവസാനിപ്പിച്ചത്. എന്തായാലും ഇതിന് കാരണക്കാരായ ആളുകളെ സമൂഹം തിരിച്ചറിയണം. ഇവിടുത്തെ നിയമ സംവിധാനമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. റിപ്പോർട്ടർ വിവിക്ക്, ചാനൽ വി, അഞ്ചൽ. കാരണം എന്നെ പല ചാനലുകാരും എന്നെ വലിച്ചു കീറുമ്പോൾ എൻ്റെ സൈഡ് കേൾക്കാൻ ആരും ഇല്ലാണ്ട് ഞാൻ വിഷമിച്ച് അതേപോലെ ഞാനും ആത്മഹത്യയുടെ വക്കീൽ ഇങ്ങനെ നിന്നതാ. എൻ്റെ അച്ഛൻ ഒന്ന് ഇങ്ങനെ കിടന്നപ്പം എൻ്റെ അച്ഛന് മരണത്തോടെ മല്ലിട്ടടിക്കാനിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. കാരണം ഞാനും എൻ്റെ മോനും ഞാൻ പലവട്ടം ചിന്തിച്ചതാണ്. കാരണം എൻ്റെ മൈൻഡും മാറിപ്പോവും. ഇങ്ങനെയൊക്കെ എന്നെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ എൻ്റെ സൈഡ് ആരും കേൾക്കാനില്ലായിരുന്നു. കാരണം ജനങ്ങൾ അറിയണം, സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയണം, അറിഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം എന്നെ ഇതിനകത്ത് വലിച്ചു കീറുമ്പോൾ എൻ്റെ സൈഡിലൂടെ കേൾക്കാൻ ആൾക്കാർ വേണം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങൾ എൻ്റെ തന്ത എന്തായാലും തെരുവ് വിളിക്കുകയാണ് ആൾക്കാർ. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ആൾക്കാർ. അതേപോലെയാണ് എന്നെ നോക്കുന്നത്.